ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ ഇടതുപക്ഷ സർക്കാരിന് നന്ദി അറിയിച്ച് പത്തനംതിട്ടയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അജിൻ വർഗീസിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുവാനുള്ള പണം നൽകിയാണ് അവരുടെ സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിച്ചത്. പത്തനംതിട്ട നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായാണ് അജിൻ വർഗീസ് മത്സരിക്കുന്നത്. ഞങ്ങൾ തൊഴിലുറപ്പുകാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുക നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുക. ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളുടെ എല്ലാവരും കൂടെ പിരിച്ച പൈസയാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 24-ാം വാർഡിൽ നല്ലൊരു മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ജയിച്ച് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സപ്പോർട്ടും അന്നും ഇന്നും എപ്പോഴും സ്ഥാനാർത്ഥിയായിട്ട് നിന്നില്ലെങ്കിലും നമ്മൾ എന്താവശ്യം പറഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എപ്പോൾ വിളിച്ചാലും നമ്മുടെ കൂടെ വരുകയും നമ്മളെ കൂടെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് നോമിനേഷൻ 4500 രൂപയാണ് കൊടുക്കേണ്ടുന്നത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അത്രയും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയ്യിലുള്ളത് പിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് നല്ല മിടുക്കനായിട്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് വരുമ്പോൾ ഞങ്ങളെ വന്ന് കാണും ഞങ്ങളുടെ കുഞ്ഞ്. അത്രയേ ഉള്ളൂ. എന്താ പറയുക. പത്തനംതിട്ട നഗരസഭയിലെ 24-ാം വാർഡ് സ്ഥാനാർത്ഥി അജിന് തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുന്ന ചേച്ചിമാർ അവരുടെ അധ്വാനത്തിനൊരു പങ്ക് കൊടുത്തിരിക്കുകയാണെന്നോ ഈ കെട്ടിവെക്കാനുള്ള പൈസ. ചേച്ചി, എന്താണ് അജിന് നിങ്ങൾ കൊടുക്കുന്നത്? ഈ സംഘടന അവർ നിങ്ങൾ തൊഴിലുറപ്പിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ തൊഴിലുറപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞ് സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും നമ്മുടെ കൂടെ വരികയും നമ്മുടെ കൂടെ സഹകരിക്കുകയും എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും വരികയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായിട്ട് ഞങ്ങളത് കൊടുത്തതാണ് കുഞ്ഞിന്. ആണോ? അങ്ങനെയാണോ? അങ്ങനെ തന്നെ. നിങ്ങളിപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ നോക്കുമ്പോൾ തൊഴിൽ ദിനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തെ LDFും ഇവിടെ നഗരസഭയിൽ നടക്കുമ്പോൾ കൂടുതൽ കിട്ടിയ ഒരു കാലം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഏറെ ഞങ്ങൾ പണി ചെയ്തു. ഇഷ്ടംപോലെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ ഇഷ്ടംപോലെ തൊഴിലുറപ്പ് കിട്ടി. പൈസ സമയത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ സന്തോഷവതികളാണ് എല്ലാവരും. മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ അജിൻ ഈ വാർഡിലല്ല മത്സരിക്കുന്നത്. അജിൻ തൊട്ടപ്പുറത്താണ്, ഇവിടെ വനിതാ വാർഡാണ്. പക്ഷേ അജിൻ കൂടെ നിൽക്കുന്ന അജിന് വേണ്ടി ഈ ചേച്ചിമാരെല്ലാം ഒപ്പമാണ്. നമുക്ക് അജിനോട് ചോദിക്കാം. അജിനെ, വലിയ സന്തോഷമല്ലോ ഇത്രയും അമ്മമാരുടെ ഒരു പിന്തുണ. ഇനി എന്താണ് വേണ്ടത്? തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശവുമായൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളാണ്. അവരെല്ലാം എന്താവശ്യത്തിനും വിളിക്കും. ആ സമയത്തെല്ലാം അവരോടൊപ്പം നിന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. വലിയ സന്തോഷം. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. തൊട്ടടുത്ത വാർഡിലാണ് മത്സരിക്കുന്നത്. വലിയ പിന്തുണയാണ് യുവാവെന്ന നിലയിൽ എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. പത്തനംതിട്ട നഗരസഭയിലെ സ്ഥാനാർത്ഥിയാണ്. പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചോളം വലിയ വികസന പദ്ധതികൾ നമുക്കറിയാം. പത്തനംതിട്ട സ്റ്റാൻഡ് ഉൾപ്പെടെ നന്നാക്കിയ, അപ്പോൾ വികസനം തന്നെ പറഞ്ഞായിരിക്കും വോട്ട് പിടിക്കുന്നത്. തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം പത്തനംതിട്ട നഗരസഭയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പിന്തുണ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഈ നഗരസഭയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിന്തുണ മുഴുവൻ മേഖലകളിൽ നിന്നും ഈ വാർഡിൻ്റെ മുഴുവൻ മേഖലകളിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജിൻ, ഈ അമ്മമാരുടെ അനുഗ്രഹം അജിനെ കരുത്താകട്ടെ എന്ന് ആശംസിക്കണം. അവരുടെ എല്ലാം പ്രാർത്ഥനയും പിന്തുണയാണ് എൻ്റെ വിജയപ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.